സ്റ്റോക്ക് മാർക്കറ്റിലെ കടുവയുടെ മുകളിൽ വലിഞ്ഞു കയറുകയും ചെയ്തു. ഇനി എങ്ങനെ ഇറങ്ങണമെന്നുള്ള പ്രതിസന്ധിയിൽ നിങ്ങൾ ആയിരിക്കുന്നുവോ? എന്നാൽ നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. വെൻ ടു എക്സിറ്റ് എ സ്റ്റോക്ക്. മാക്സിമം പ്രോഫിറ്റും കൊണ്ട് നമ്മൾ ഒരു സ്റ്റോക്കിൽ നിന്ന് എങ്ങനെ എക്സിറ്റ് ചെയ്യാം? ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ ഷോ. പലരും ഷെയർസ് വാങ്ങുമ്പോൾ കണ്ടുവരുന്ന ഒരു പ്രവണതയാണ്, അവർ ഒരു ടാർഗറ്റ് പ്രൈസ് ഫിക്സ് ചെയ്യത്തില്ല. ടാർഗറ്റ് പ്രൈസ് ഫിക്സ് ചെയ്തില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണാവോ വാങ്ങുന്നത്? അത് ജീവിതകാലത്തിൻ്റെ അവസാനം വരെ നിങ്ങൾ വെച്ചുകൊണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ അതിനകത്ത് വലിയ അർത്ഥമില്ല. ഓഫ് കോഴ്സ് നമ്മൾ ഒരു വിധ നടന്നു കഴിഞ്ഞാൽ ഒരു കൊയ്ത്തും കൂടെ ഉണ്ട്. അതിനൊരു ടാർഗറ്റ് വേണം. നമ്മുടെ ടാർഗറ്റ് പ്രൈസ് നിങ്ങൾ ഫിക്സ് ചെയ്തിട്ടില്ലേ? നിങ്ങൾ എത്ര സ്റ്റോക്സ് മേടിച്ചാലും എല്ലാ സ്റ്റോക്സിനും നിങ്ങൾ ഒരു ടാർഗറ്റ് പ്രൈസ് ഫിക്സ് ചെയ്തിരിക്കണം. ആ ടാർഗറ്റ് പ്രൈസ് നിങ്ങൾ നോക്കണം, അത് അൺറിയലിസ്റ്റിക് ആണോ അല്ലയോ എന്നുള്ള കാര്യം. അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ടാർഗറ്റ് പ്രൈസ് ഫിക്സ് ചെയ്തിട്ട് അത് വെറും നമ്മുടെ ഗ്രീഡിനെ ഫീഡ് ചെയ്യുകയാണെന്നേ ഉള്ളൂ. നമ്മൾ ഒരു റിയലിസ്റ്റിക് ടാർഗറ്റ് പ്രൈസ് ഫിക്സ് ചെയ്യണം. എന്നിട്ട് ആ സ്റ്റോക്ക് ആ ടാർഗറ്റ് പ്രൈസ് എത്തുന്നോ എന്നുള്ള കാര്യം നമ്മൾ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെ നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സ്റ്റാർട്ട് ഡൂയിങ് ഇറ്റ്. ഇപ്പോൾ ഒരു സ്റ്റോക്ക് നിങ്ങൾ നിശ്ചയിച്ച ടാർഗറ്റ് പ്രൈസ് ക്രോസ് ചെയ്തെന്ന് തന്നെ വിചാരിച്ചു. ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഒരു സ്റ്റോപ്പ് ലോസ് മാർക്കർ ഇടുകയാണ്. എല്ലാ ആപ്പിലും ഇപ്പം സ്റ്റോപ്പ് ലോസിൻ്റെ മാർക്കർ ഇടാൻ പറ്റും. അന്നേരം ഇപ്പോൾ ഒരു സ്റ്റോക്കിൻ്റെ ടാർഗറ്റ് പ്രൈസ് നിങ്ങൾ ഫിക്സ് ചെയ്ത് 1000 രൂപയാണെന്ന് വിചാരിച്ചു. അന്നേരം 1010 1020 ഒക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ 1000 വന്നിട്ട് ഒരു സ്റ്റോപ്പ് ലോസ് മാർക്കർ അങ്ങിട്ടേക്കണം. അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രൈസ് ഇനി കറങ്ങി തിരിഞ്ഞ് വരാം. നിങ്ങൾ കണ്ണടിക്കും, അടയ്ക്കുന്നതിന് മുമ്പ് ചിലപ്പം കറങ്ങി തിരിഞ്ഞ് വന്നെന്നിരിക്കും. അന്നേരം 1000 വന്ന് വരുമ്പോഴത്തേക്ക് വിൽപ്പന നടത്തിയേക്കണമെന്നാണ് അതിൻ്റെ അർത്ഥം. അല്ലെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യുക, വേറെ ഒരു മാനേജ്മെൻറ്റും കൂടെ ഉണ്ട്, ഹൗ ടു മാക്സിമൈസ് ഇറ്റ് ലിറ്റിൽ മോർ. ഇപ്പോൾ നിങ്ങൾ ചെയ്തത് 1000 രൂപയ്ക്ക് ആ പ്രോഫിറ്റിനെ നിങ്ങൾ അങ്ങ് ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. പക്ഷേ നിങ്ങൾക്കറിയുന്നില്ല ഈ റാലി ചിലപ്പം ചില ഹൈബ്രിഡ് റാലിയൊക്കെ നടക്കും. അത് മനുഷ്യർ പറഞ്ഞു പോകുന്ന റാലി ആയിരിക്കും, ചിലപ്പോൾ ഫോൾസ് റാലി ആയിരിക്കും. എന്താണെന്ന് നിങ്ങൾക്കറിയുന്നില്ല. പക്ഷേ അതേസമയം നിങ്ങൾ ലോക്ക് ചെയ്ത് നിങ്ങൾക്ക് കിട്ടിയല്ലോ. ഇനിയും ഈ റാലി ഇച്ചിരൂടെ മുമ്പോട്ട് പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ സ്റ്റോപ്പ് ലോസ് തന്നെ മാർജിൻ ഇൻക്രീസ് ചെയ്യാം. ഇപ്പോൾ 1000 നിന്ന് 1100 വെച്ച് ആയെന്ന് വിചാരിച്ചു. അന്നേരം നിങ്ങൾ 1050 സ്റ്റോപ്പ് ലോസ് അങ്ങ് മൂവ് ചെയ്യുകയാണ്. അതിൻ്റെ അർത്ഥം നിങ്ങളുടെ പ്രോഫിറ്റ് ഇപ്പം പ്രോഫിറ്റ് അല്ല, നിങ്ങൾ വിൽപ്പന റേറ്റ് നിങ്ങൾക്ക് 1050 നിങ്ങളാക്കി. അങ്ങനെ നിങ്ങൾക്ക് മാക്സിമൈസ് ചെയ്യാം. പക്ഷേ പ്ലീസ് കോൺസ്റ്റൻ്റ്ലി മോണിറ്റർ ഇറ്റ്. പക്ഷേ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ അങ്ങനെയൊക്കെയുള്ള ആ മാനേജ്മെൻ്റ് അല്ല. ഞാൻ പറയാൻ പോകുന്നത്, നിങ്ങൾക്ക് ഒരു സ്റ്റോക്കിൻ്റെ ചില നിലവാരങ്ങൾ കാണുമ്പോൾ അത് അവരുടെ പീക്കിലെത്തിയോ, നമുക്കിനി സമയമില്ലാത്തത് കൊണ്ട് നമുക്കിപ്പം കൊയ്യുവാനുള്ള സമയമായോ, അങ്ങനെയൊക്കെയുള്ള കാര്യം പറയുവാനായിട്ടാണ് ഈ വീഡിയോ. ബേസിക്കലി ഫസ്റ്റ് പോയിൻ്റ്, വാല്യുവേഷൻ ഓഫ് ദ സ്റ്റോക്ക്. സ്റ്റോക്കിൻ്റെ വാല്യുവേഷൻ അത് പീക്കിലെത്തിയിട്ടുണ്ടോ എന്നുള്ള അറിയുവാനായിട്ട് നമുക്ക് PE റേഷ്യോ, പ്രൈസ് ടു ബുക്ക് റേഷ്യോ, RSI, ഇങ്ങനെയുള്ള 3 ചാർട്ട് നമുക്ക് നോക്കിയാൽ മതി കേട്ടോ. അന്നേരം PE റേഷ്യോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, പ്രൈസ് ടു ഏർണിങ്സ് റേഷ്യോ ആണ്. ആ PE റേഷ്യോ നമ്മൾ ഇൻഡസ്ട്രിയിലെ മറ്റ് പിയേഴ്സുമായിട്ട് കമ്പയർ ചെയ്യണം. അന്നേരം എന്നിട്ട് നമുക്ക് നോക്കണം, ഈസ് ദിസ് PE റേഷ്യോ കമ്പയറിങ് ടു ദ അതർ പിയേഴ്സ് ഓഫ് ദ ഇൻഡസ്ട്രി. എന്നിട്ട് അതിൻ്റെ ക്ലോസ് പിയറും കൂടെ കാണും. ക്ലോസ് പിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കോമ്പറ്റീഷൻ ഉണ്ട്. ഇത് ഒരു ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ഇത്രയും കാണുമായിരിക്കും ആ പിയറിനകത്ത്. പക്ഷേ 2-3 ടോപ്പ് ഹോൾഡേഴ്സിൻ്റെ കയ്യിലായിരിക്കും നമ്മൾ മിക്കവാറും വി വാണ്ട് ടു ഇൻവെസ്റ്റ്. അന്നേരം അതിൻ്റെ ആ നെക്സ്റ്റ് പിയർ അല്ലെങ്കിൽ അതിൻ്റെ മുകളിലത്തെ പിയർ അവരുടെ PE റേഷ്യോ എന്താണെന്ന് നമ്മൾ തീർച്ചയായിട്ടും നോക്കിയിരിക്കണം. അത് കഴിഞ്ഞിട്ട് അടുത്ത ഒരു കാര്യം PE റേഷ്യോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഹിസ്റ്റോറിക്കൽ PE കൂടെ ചെക്ക് ചെയ്യണം. ഹിസ്റ്റോറിക്കൽ PE ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ കമ്പനിക്ക് ഈ PE റേഷ്യോ അത് കമാൻഡ് ചെയ്യുന്നത് കൊണ്ടാണോ അതോ ചുമ്മാതെ ചില സർക്കംസ്റ്റാൻസസ് വന്നപ്പോൾ പൊങ്ങിപ്പോയതാണോ, ഈ വക കാര്യങ്ങളൊക്കെ നമുക്കൊന്നറിയണ്ടേ. അന്നേരം ഞാനിപ്പം ബജാജ് ഫിനാൻസ് എന്ന് പറഞ്ഞ് ഒരു കമ്പനിയെ പറ്റി ഞാൻ സംസാരിക്കാം. എന്നിട്ട് നിങ്ങൾ നോക്കണം ഇതിൻ്റെ PE റേഷ്യോ നമ്മൾ കാണുമ്പോൾ നമുക്ക് എന്താണാവോ മനസ്സിലാകുന്നത്. ഇതാണ് ബജാജ് ഫിനാൻസിൻ്റെ ഡാറ്റ.
നമ്മൾ ബജാജ് ഫിനാൻസിൻ്റെ ഡേറ്റ എടുക്കുമ്പോൾ ആദ്യമായിട്ട് കാണുന്നത് സ്റ്റോക്ക് പി ഇ എത്രയാണെന്ന് 34.6 ആണ്. പക്ഷേ ഇൻഡസ്ട്രി പി ഇ കാണുമ്പോഴോ 20.3 ആണ്. അന്നേരം പൊതുവെ നമുക്കൊരു വിചാരം വരും, അയ്യോ ഇൻഡസ്ട്രി പി എക്കാട്ടിലും ഒരു 1.5 മടങ്ങ് തന്നെ അത് കൂടുതലാണല്ലോ. അന്നേരം അതിന് എന്തെങ്കിലും ജസ്റ്റിഫിക്കേഷൻ ഫാക്ടർ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നമ്മൾ ഇമ്പോർട്ടൻ്റ്ലി നോക്കണം കേട്ടോ. അതിൻ്റെ ആദ്യത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ താഴത്തെ ചാർട്ടിൽ വരിക, എന്നിട്ട് പി റേഷ്യോൻ്റെ ചാർട്ടിൽ പോവുക. പി റേഷ്യോൻ്റെ ചാർട്ടിൽ പോയി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കാണാം ബജാജ് ഫിനാൻസിൻ്റെ മീഡിയൻ പി 38.4 ആയിരുന്നു. ഇപ്പോൾ എത്ര ഉണ്ട്? ഇപ്പോൾ അതുകൊണ്ട് 34.6. അതിൻ്റെ അർത്ഥം ബജാജ് ഫിനാൻസ് ഇത്രയും വർഷങ്ങളായിട്ട്, അല്ലെങ്കിൽ ഈ 5 വർഷത്തിൻ്റെ ചാർട്ടിനകത്ത് ഈ മീഡിയൻ പിയുടെ ലെവലിൽ നിന്ന് ഇപ്പോൾ താഴെ തന്നെ കിടക്കുകയാണ്. അതിൻ്റെ അർത്ഥം ദിസ് കമ്പനി ബജാജ് ഫിനാൻസ് കമാൻഡ്സ് എ പി ഇ വിച്ച് ഇറ്റ് ഹോൾഡ്സ് റൈറ്റ് നൗ. ഇപ്പോൾ ഉള്ള പി ഇ അത് കമാൻഡ് ചെയ്യുന്ന പി ഇ ആണ്, അല്ലാതെ ചുമ്മാ അതൊരു സന്ദർഭത്തിൽ വന്നിട്ട് പൊങ്ങിപ്പോയതൊന്നും അല്ലല്ലോ. ഇത് 34.5. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഏതാണ്ട് ഇതിൻ്റെ ഹൈ ഒക്കെ പോയത് എപ്പോഴും 104 ഒക്കെയാണ് ഡിസംബർ 2021. ആ സമയത്തിനെക്കാട്ടിലുമൊക്കെ എത്രയോ താണ് കിടക്കുകയാണ് ഇപ്പോഴത്തെ പി ഇ. അതുകൊണ്ട് ഇത് ഓവർ വാല്യൂഡ് അല്ല ഇപ്പോൾ. പിന്നെ നമ്മൾ ഇൻഡസ്ട്രി പിയേഴ്സിനെ പറ്റി പോയി നോക്കും. അതുകൊണ്ട് ഇതാണ് ഇൻഡസ്ട്രി പിയേഴ്സ്. ബജാജ് ഫിനാൻസിൻ്റെ ക്ലോസസ്റ്റ് ഇൻഡസ്ട്രി പിയർ ഡൂയിങ് എക്സാക്ട്ലി ദ സെയിം ബിസിനസ് ഈസ് ചോളമണ്ഡലം ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഫിനാൻസ് കമ്പനിയാണ്. അന്നേരം ഈ ചോളമണ്ഡലത്തിൻ്റെ സ്റ്റോക്ക് പി എത്രയാണ്? 31.8. അന്നേരം ദാറ്റ് ഈസ് വെരി ക്ലോസ് ടു വാട്ട് ഈസ് ബജാജ് ഫിനാൻസസ് പി ഇ. ഇവൻ ചോളമണ്ഡലത്തിൻ്റെ നമ്മളിങ്ങോട്ട് നോക്കിക്കാട്ടെ, വേണ്ടേ ചോളമണ്ഡലം ഇത് എവരും ഒരു പ്രൈസ് ടു ഏർണിങ്സ് റേഷ്യോയുടെ ആ ഇ പി എസ് നോക്കിക്കഴിയുമ്പോഴത്തേക്ക് ഇപ്പം ചോളമണ്ഡലവും ഇതിൻ്റെ താഴെ തന്നെയാണ് കിടക്കുന്നത്. ഏതാ ഇതിൻ്റെ ടോപ്പിൽ കൂടെ പോകുന്നില്ല. ഈ ഭാഗത്തൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ചാർട്ട് കാണാം, ഇതിൻ്റെ ഇ പി എസിൻ്റെ ചാർട്ടിനെക്കാട്ടിലൊക്കെ മുകളിലോട്ട് പോയി. പക്ഷേ ഇവിടെ വരുമ്പോഴത്തേക്ക് അത് താഴെ വന്നു. സോ ദിസ് ഈസ് ഓക്കെ, ഫൈൻ. അതിൻ്റെ അർത്ഥം ഈ ചോളമണ്ഡലം ഫിനാൻസ് ഇതിന് ഇച്ചിരി ഹൈ പി ഇ ഉണ്ട് ബജാജിനെക്കാട്ടിലും, അല്ല ലോ പി ഇ ഉണ്ട്. പക്ഷേ ചോളമണ്ഡലം ഫിനാൻസ് ഈസ് ദ ക്ലോസസ്റ്റ് പാർട്ട്ണറേ ഉള്ളൂ. കമ്പയർഡ് ടു ബജാജ് ഫിനാൻസ് ചോളമണ്ഡലം ഒരു നോച്ച് താഴെയാണ്. പക്ഷേ സെയിം ബിസിനസ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം തീർച്ചയാണ്. അതുകൊണ്ട് വെൻ യു ചെക്ക് ബോത്ത് ദിസ് പാരാമീറ്റേഴ്സ്, ബജാജ് ഫിനാൻസിൻ്റെ നമ്മൾ പി ഇ റേഷ്യോ നേരത്തെ കണ്ടല്ലോ, ബജാജ് ഫിനാൻസ് ഇത് ചാർട്ട് നോക്കുക, പി ഇ റേഷ്യോ ഇത് ഈ ഭാഗത്ത് കിടക്കുന്ന ബജാജ് ഫിനാൻസിൻ്റെ പി അത് ജസ്റ്റിഫൈഡ് ആണ്, അത് ഓവർ വാല്യൂഡ് അല്ല. ഓക്കെ, നമ്മൾ വേറെ ഒരു കാര്യം കൂടെ നോക്കണം. ഇതിൻ്റെ പ്രൈസ് ടു ബുക്ക് വാല്യൂ ഇത് 6.36 ആണ് കേട്ടോ, പ്രൈസ് ടു ബുക്ക് വാല്യൂ. നമ്മൾ അതുപോലെ തന്നെ പോയിട്ട് ചോളമണ്ഡലം ഫിനാൻസിൻ്റെ പ്രൈസ് ടു ബുക്ക് വാല്യൂ കാണണം. അതെത്രയാണ്? 6.04. അന്നേരം ഇതും കമ്പാരിറ്റീവാണ്. നമ്മളെപ്പോഴും ഓർക്കണം, ഈ സെക്ടറിനകത്തെ കിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബജാജ് ഫിനാൻസ് ആണ്. അന്നേരം ബജാജ് ഫിനാൻസിനെക്കാട്ടിൽ ഒരു നോച്ച് താഴെ വരത്തുള്ളൂ ചോളമണ്ഡലം ഫിനാൻസ്. പക്ഷേ എന്നിട്ട് പോലും ചോളമണ്ഡലം ഫിനാൻസ് 6.04 വന്നിട്ടുണ്ട്, ഓൾമോസ്റ്റ് സെയിം. അതിൻ്റെ അർത്ഥം ബജാജ് ഫിനാൻസ് ഈസ് നോട്ട് ഓവർ വാല്യൂഡ്. ആ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു സാധനത്തിൻ്റെ വാല്യൂ കൂടുകയോ കുറയോ ചെയ്യുന്നതിനകത്ത് അതിൻ്റെ ആ ഷോർട്ടേജ് ഓർ അതിൻ്റെ വ്യാപ്തി അതിന് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഓവർ ബോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരുടെ കയ്യിൽ ആ സാധനം ഉണ്ടെങ്കിൽ പിന്നെ അതിന് വലിയ ഡിമാൻഡ് വരത്തില്ല, അത് താഴോട്ടേ വരത്തുള്ളൂ. അങ്ങനെ ഓവർ ബോട്ടാണോ ഓവർ സോൾഡ് ആണോ ഉള്ള ഒരു പാരാമീറ്ററാണ് RSI എന്ന് പറഞ്ഞ ഒരു ചാർട്ട്. ആ ഇൻഡെക്സിനകത്ത് 80-ൽ കൂടുതൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഓവർ ബോട്ടെന്ന് പറയും, 40-ൽ കുറവായിട്ട് പോയി കഴിഞ്ഞാൽ ഓവർ സോൾഡായിട്ട് പറയും. അന്നേരം നമ്മൾ ബജാജ് ഫിനാൻസിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ഇത് ബജാജ് ഫിനാൻസിൻ്റെ സ്റ്റോക്കിൻ്റെ ഡീറ്റെയിൽ ആണ്, അതിൻ്റെ RSI ആണ്. അതുകൊണ്ട് ഈ RSI കാണുമ്പോൾ നമുക്കിവിടെ കാണാം 64.71 ആണ് ഇപ്പോൾ ഇരിക്കുന്നത്. എന്നാൽ 80 ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഗ്രേ ഷെയ്ഡഡ് ഏരിയ കാണുന്നില്ലേ, അതിൻ്റെ അർത്ഥം അത് ഓവർ ബോട്ടായി മാറിയിരിക്കുകയാണ്. അതിൻ്റെ അർത്ഥം ഇത് ഇനി താഴോട്ട് വരുവാനുള്ള ചാൻസ് ഉണ്ട്. ഇത് ഓവർ വാല്യൂഡിൻ്റെ പോലെ തന്നെ ഓവർ ബോട്ടും ഒരു പാരാമീറ്ററാണ്. ഇപ്പോൾ ഇത് 64.71ൻ്റെ അർത്ഥം ഇറ്റ്സ് നോട്ട് ഓവർ ബോട്ട്. അതിന് ആ 80യുടെ അത് ക്രോസ് ചെയ്തില്ല. പക്ഷേ നമ്മൾ ഇച്ചിരി കൂടി സേഫ് ആണെങ്കിൽ നമ്മൾ 70 വെച്ചിട്ട് 70 ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അലാറം ബെൽസ് റിങ് ചെയ്യാം. പക്ഷേ ഇവിടെ അതുപോലും എത്തിയിട്ടില്ല. അതിൻ്റെ അർത്ഥം ബജാജ് ഫിനാൻസ് ഈസ് നോട്ട് ഓവർ ബോട്ട്.
അതിന് ഇനിയും സമയമുണ്ട് ഓവർബോട്ട് സോണിൽ കയറുവാനായിട്ട്. അതിൻ്റെ അർത്ഥം ഈ സ്റ്റോക്ക് ഇച്ചിരൂടും മുമ്പിലോട്ട് അല്ലെങ്കിൽ റൈസ് ആകാനുള്ള ചാൻസ് നല്ലപോലെ ഉണ്ടെന്നുള്ള കാര്യമാണ് ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. പക്ഷേ അതേസമയം നമുക്കൊന്ന് റിവേഴ്സ് ചിന്തിച്ച് നോക്കാം. ഈ സ്റ്റോക്കുകൾക്കകത്ത് ചില വേറെ കാര്യങ്ങളും കൂടെ നോക്കാനുണ്ട്. ഇപ്പോൾ നമുക്ക് മൂവിങ് ആവറേജസ് എന്നറിയാമല്ലോ. 50 ഡേ മൂവിങ് ആവറേജസ്, 100 ഡേ മൂവിങ് ആവറേജസ്, 200 ഡേ മൂവിങ് ആവറേജസ്. ഈ സ്റ്റോക്ക് ഇപ്പം ചിലപ്പോൾ ഇങ്ങനെ റിവേഴ്സായിട്ട് താഴോട്ട് വരുവാന്ന് വിചാരിച്ചോ. എപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് ഇനിയിപ്പോൾ ഈ അടുത്തിടയിൽ ഈ സ്റ്റോക്കിനും പൊങ്ങാൻ പോകുന്നില്ല എന്നുള്ള കാര്യം? അത് 200 ഡേ മൂവിങ് ആവറേജസിൻ്റെ താഴെ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലായിക്കോണം ഈ സ്റ്റോക്ക് ഒരു ബെയറിഷ് ട്രെൻഡിലോട്ട് കയറിയിരിക്കുകയാണ്. അത് ഇനിയും അടുത്തിടയിൽ ഒന്ന് തിരിഞ്ഞു വരുവാൻ ഇച്ചിരി പാടുപെടും. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ ടാർഗറ്റ് പ്രൈസ് ക്രോസ് ചെയ്ത് മുകളിൽ കിടക്കുകയാണെങ്കിൽ, നിങ്ങൾക്ക് സമയം അധികമായിട്ടില്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ആ സ്റ്റോപ്പ് ലോസ് അങ്ങ് കട്ട് ചെയ്യുക. സ്റ്റോപ്പ് ലോസ് അല്ലല്ലോ, നിങ്ങൾ ഓൾറെഡി പ്രോഫിറ്റിലാണ്. ആ ഒരു മാർക്കറിനകത്ത് നിങ്ങൾക്കത് ലാഭം കൈവരിച്ചിട്ട് നമുക്ക് പോക്കറ്റിലോട്ട് സാധനം കൊണ്ട് ഇടാം. പിന്നെ ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന പോലെ നമ്മുടെ കമ്പനിയുടെ ഫണ്ടമെൻറ്റൽസ് അത് ക്ലിയറായിട്ടും നല്ലൊരു ഫണ്ടമെൻ്റലുള്ള കമ്പനിയെ നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞിട്ടും കോൺസ്റ്റൻ്റ്ലി മോണിറ്റർ ചെയ്യണം. ഇപ്പോൾ ഫണ്ടമെൻറ്റൽസ് ഒരു കമ്പനിയുടെ മോശമായി വന്നെന്ന് വിചാരിച്ചു, നമ്മൾ വാങ്ങിയപ്പം അതിൻ്റെ ഫണ്ടമെൻറ്റൽസ് കുഴപ്പമില്ലായിരുന്നു, നല്ലതായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് മോശമായെന്ന് വിചാരിച്ചു, അന്നേരം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അധികമൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല. അത് സൈഡിലോട്ട് അങ്ങ് മാറ്റി വെച്ചേക്കണം. വിറ്റിട്ടുള്ള കാശെടുത്ത് പോക്കറ്റ് വെച്ചേക്കണം. ബിക്കോസ് ഫണ്ടമെൻറ്റൽസ് നല്ലതല്ലാത്തൊരു കമ്പനിയുടെ മുകളിൽ ബെറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിനെപ്പറ്റി വലിയ പ്രതീക്ഷയോടെ ഇരിക്കുന്നത് അതത്ര വൈസല്ല. പിന്നെ വേറെ ഒരു കാര്യം, അടുത്ത പോയിൻ്റ്, നമ്മളിപ്പോൾ കമ്പനിയുടെ ചില യൂഫോറിയ എന്ന് പറഞ്ഞ സാധനമുണ്ട്. യൂഫോറിയയുടെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കമ്പനിക്ക് വേണ്ടി ഭയങ്കര ഹൈപ്പ് കൊടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഡേറ്റ ഒക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് വലിയ ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടൊന്നുമില്ല. പക്ഷേ ഭയങ്കര ഹൈപ്പാണ്. മറ്റേ ടി വിയിലും മറ്റേ സ്റ്റോക്കിൻ്റെ ടിപ്സ് തരുന്ന അണ്ണന്മാരും മറ്റവരും എല്ലാവരും കൂടെ ഒരു കമ്പനിയെക്കുറിച്ച് അങ്ങ് വലിയതായിട്ട് അങ്ങ് പുകഴ്ത്തിക്കൊണ്ട് പോവുക. അന്നേരം നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യണം, അതിൻ്റെ ഫണ്ടമെൻറ്റൽസോ അല്ലെങ്കിൽ അതിൻ്റെ ടെക്നിക്കാലിറ്റീസോ അതുമായിട്ട് മാച്ച് ചെയ്യുന്നില്ലെങ്കിൽ, പക്ഷേ ഹൈപ്പ് കൂടുതലുണ്ടെങ്കിൽ ഇത് നമ്മുടെ പ്രൊമോട്ടർ ഒരു തള്ളുന്നതാണെന്ന് ഓർത്തോണം. അന്നേരം നമ്മൾ എക്സിറ്റ് ആയിരിക്കണം. ബിക്കോസ് ഈ തള്ളിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി സഡൻ ഒരു ഫോളോ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ടാർഗറ്റ് ഉണ്ട്. ആ ടാർഗറ്റ് എത്തിക്കഴിഞ്ഞാൽ വിൽപ്പന നടന്നിരിക്കും. നമ്മൾ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് സാധനം താഴെ കിടക്കും. അഡാനിയുടെ സ്റ്റോക്സിനകത്തും കുറേ ഹൈപ്പ് ഭയങ്കരമായിട്ട് ക്രിയേറ്റ് ചെയ്തു. പയ്യെ ഒരു ഹിൻഡൻബർഗ് ഒരു റിപ്പോർട്ട് കൊണ്ടുവന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്ത് പറ്റി? 20, 30, 40% കൂടെ വന്ന് താഴെ വീണു. അങ്ങനെയൊക്കെയുള്ള സ്റ്റോക്സിനകത്ത് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ഒഴിഞ്ഞു നീക്കണം. അതിനകത്ത് കയറിയിട്ടുണ്ടെങ്കിലും ഇങ്ങനെ യൂഫോറിക് ഹൈപ്സൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഫുൾ അലേർട്ടായിരിക്കണം, അവിടുന്ന് ഒഴിഞ്ഞു മാറണം. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഞാൻ ഈ പറഞ്ഞ 6 കാര്യങ്ങളുണ്ടല്ലോ, നിങ്ങൾ തീർച്ചയായിട്ടും പ്രാക്ടീസ് ചെയ്യണം. ഇതുപോലെ തന്നെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോങ് റണ്ണിൽ ബെറ്റർ പ്രോഫിറ്റ്സ് കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾ വെറും പ്രോഫിറ്റ്സ് കട്ട് ഓഫ് ചെയ്യും ഫോർ നോ റീസൺ. സോ മേക്ക് ഷുവർ ദാറ്റ് യു ഡു ഇറ്റ്. ആൻഡ് ഇഫ് യു ലൈക്ക് ദ വീഡിയോ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. എന്നിട്ട് ആ ബെൽ ഐക്കണും കൂടെ ക്ലിക്ക് ചെയ്യണം. അതിൻ്റെ അർത്ഥം അടുത്ത വീഡിയോ വരുമ്പോഴില്ല നിങ്ങൾക്ക് ഫസ്റ്റ് നോട്ടിഫിക്കേഷൻ കിട്ടും. പീസ്.